ഒരു തീരുമാനം പറയാൻ ഇനിയും സമയം വേണം ഇതുപോലൊരു കാര്യത്തിൽ എന്ന് വരുന്നത് തന്നെ ആ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേയറ്റം അപകടകരമായൊരു സൂചന തന്നെയാണുള്ളത്. ഇവിടെ ശ്രീ സജീവൻ ഇന്നലെ ഈ ചർച്ചയിൽ വീക്ഷണത്തിൻ്റെ മുന്നടിച്ച ശ്രീ എൻ ശ്രീകുമാറാണ് പങ്കെടുത്തത്. ഇന്നലെയും ഇന്നുമൊക്കെ വരുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ചയിലേക്ക് വരുന്നില്ല. കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് ഇതേക്കുറിച്ച് വിശദീകരിക്കും. ഇപ്പോൾ കെ സി വേണുഗോപാലിന് മലയാളത്തിൽ പ്രതികരിക്കുമ്പോൾ അല്പം ആർജവത്തോടെ ഇതൊക്കെ പറയാം. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ, ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു മനോഭാവം വെച്ച് അതേ മട്ടിൽ പറയാനാവുമോ? ശ്രീ കെ ജെയൊക്കെ പിന്താങ്ങിയതുപോലെ ഒരു വാചകം അദ്ദേഹത്തിന് ആ മട്ടിൽ ആ നാട്ടിലേക്ക് നോക്കി പറയാനാവുമോ എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ശ്രീ എൻ ശ്രീകുമാറിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഇന്നലെ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുത്ത് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതായത് ഇത്ര വൈകാരികമായി പ്രതികരിക്കരുത് എന്നാണ് പറഞ്ഞത്. അതായത് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം, ലീഗിൻ്റെ വിമർശനം ഒക്കെ വന്നൊരു സാഹചര്യത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയിൽ വന്ന് ഇങ്ങനെ വൈകാരികമായി പ്രതികരിച്ച് വിമർശിക്കരുത് എന്ന നിലയിൽ ഒരു മനോഭാവം കേരളത്തിനകത്ത് രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു, വി എം സുധീരൻ പറഞ്ഞു കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന്. പക്ഷേ അപ്പുറത്ത് മുല്ലപ്പള്ളി പറഞ്ഞത്, ഞാൻ ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൻ്റെ സൂചനയിൽ നിന്ന് ഏത് അർത്ഥത്തിൽ വായിച്ചെടുക്കണം എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രതിഷ്ഠാ കർമ്മം എന്നുള്ളത് വൈകാരികമായി കാണരുത്, അങ്ങനെ വൈകാരികമായി കണ്ട് എതിർക്കരുത് എന്നാണോ? ഏത് നിലയിലാണ് മുല്ലപ്പള്ളിയെ പോലുള്ളവർ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാതെ വിമർശനം കേവലം വൈകാരികമാണെന്ന നിലയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ കേരളത്തിലേതടക്കം കോൺഗ്രസ്സുകാർ നേതാക്കൾ? ഇതില് ശരത്ത്, നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഒറ്റവാക്കിൽ പറയേണ്ടതാണ്. ഇവിടെ ജനം ചോദിക്കുന്ന ചോദ്യം, അത് എല്ലാ പാർട്ടികളോടും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പാർട്ടി ഇതിൽ പങ്കെടുക്കുന്നു? രാമക്ഷേത്രത്തിന് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നു? CPM-ൽ ഒറ്റ വാക്കിൽ യെച്ചൂരി പറഞ്ഞു, അതിന്റെ ഏറ്റവും ഉയർന്ന നേതാവ്, CPM-ന്റെ ഏതെങ്കിലും പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും അല്ല, CPM-ന്റെ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് ഞങ്ങൾ പങ്കെടുക്കില്ല. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, ഇന്ന കാരണം കൊണ്ട് പങ്കെടുക്കില്ല. രാജ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല. നിതീഷ് കുമാർ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല. മമതാ ബാനർജി പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കില്ല. ഇങ്ങനെ പങ്കെടുക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഓരോ പാർട്ടിയുടെയും ഏറ്റവും ഉന്നതരായ, ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ആ പാർട്ടിയുടെ പരമോന്നത നേതാക്കന്മാരാണല്ലോ. ഇവരൊക്കെ അത് കൃത്യമായി പറഞ്ഞു. ഈ ചോദ്യമാണ് കോൺഗ്രസിന്റെ മുമ്പിലുള്ളത്. ഞാൻ കെ ജെ പറഞ്ഞതിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു കുറച്ചുകൂടി സമയം കോൺഗ്രസിന് കൊടുക്കണം. ജനുവരി 22 വരെ ഉണ്ടല്ലോ, ജനുവരി 22-നാണല്ലോ ഈ മഹാമഹം നടക്കുന്നത്. അപ്പൊ അതുവരെ സമയം കൊടുക്കണം. എന്തിന്? ഇത് ചിന്തിക്കാനൊന്നുമില്ലല്ലോ. KC വേണുഗോപാൽ പറഞ്ഞത് കുറെ കൂടി മനസ്സിലാവുന്ന ഭാഷയിലുള്ളതാണ് എന്ന കാര്യം അത് നമ്മൾ സ്വീകരിക്കും. അദ്ദേഹം മലയാളത്തിലാണ്, മലയാളികൾക്ക് വേണ്ടി പറഞ്ഞാണെങ്കിലും ഉത്തരേന്ത്യയിലെ ചെയ്ത് പറയുമെന്നുള്ള ചോദ്യത്തിന് വേറെ ഉത്തരമുണ്ട്. പക്ഷെ അതുവാണെങ്കിൽ പോലും അത് എവിടുത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളെയും ആരാധനയും ആധ്യാത്മികതയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് KC വേണുഗോപാലിന്റെ നിലപാട്. എന്നാൽ അടുത്ത ചോദ്യം തന്നെ, നിങ്ങൾ പങ്കെടുക്കുമോ? ഇങ്ങനെ ഉപയോഗിക്കുന്ന പരിപാടിയാണ് ഇത് എന്നതിൽ വേണുവിനും സംശയം ഉണ്ടാവില്ല. എന്നാൽ പങ്കെടുക്കുമോ? അതിന് ഉത്തരം പറയുന്നില്ല. സതീശൻ പറയുന്നത് എനിക്കറിയില്ല. മുരളീധരൻ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായം, KPCCയുടെ അഭിപ്രായം ഞങ്ങൾ അവിടെ പറഞ്ഞു. അത് പറഞ്ഞിട്ടില്ലാതെ സുധാകരൻ പറയുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞ മുല്ലപ്പള്ളി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കാര്യങ്ങളൊക്കെ നമുക്ക് പരത്തി പറയാൻ എളുപ്പം, പക്ഷെ അവസാനം ഈ ഒറ്റവാക്കിൽ ഉത്തരം വേണമല്ലോ. ആ ഉത്തരം ഇവരാരും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന് എന്താണ് ഇത്ര മടി? ഈ പ്രശ്നം, ഈ രാമക്ഷേത്രത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയോധ്യ പ്രശ്നം എന്ന് പറയുന്നത് വളരെ കൃത്യമാണല്ലോ. കുറെ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. BJP ഇതിന്റെ ശിലാന്യാസ ഘട്ടത്തിൽ പോലും നടത്തിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അതിനു മുമ്പേ അദ്വാനിയുടെയും മറ്റും നേതൃത്വം, മുരളി മനോഹർ ജോഷിയുടെയും മറ്റും നേതൃത്വം നടന്നുള്ള രഥയാത്ര, ഇതൊക്കെ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടാണ് അവർ ഭരണത്തിലേക്ക് വന്നതുമുള്ള കാര്യവും നമുക്കറിയാം. ഇത് എന്തിനാണ് ഈ ജനുവരി തിരഞ്ഞെടുത്തത്? ഈ 2024, 2023-ലാവാമായിരുന്നല്ലോ, അല്ല 2025-ലാവാമായിരുന്നല്ലോ. അതിനിപ്പോ 2024 ജനുവരിയിൽ തിരഞ്ഞെടുത്താൽ തൊട്ട് പിന്നാലെ ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോഴേക്കും ഈ മണ്ണ് പാകപ്പെടുത്തണം എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് KC വേണുഗോപാൽ പറയുന്നത് ശരിയാണ്. ഇതൊരു തരം കെണിയാണ്, ചൂണ്ടയാണ്. പക്ഷേ അതിൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിന് ഇതിനുപയോഗിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തിന് വെല്ലുവിളിയായിട്ടുള്ള, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വെല്ലുവിളിയായിട്ടുള്ള ഈ ഭരണകൂടത്തിന്റെ നിലപാട്, അതിനോട് വിയോജിച്ചുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന് പറയാം. അതല്ലെങ്കിൽ ഞങ്ങളുമാണ് ഇതിന്റെ ആദ്യത്തെ ഈ രാംലല്ല അവിടെ കൊണ്ടുവച്ചതിന്
ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, അതല്ലെങ്കിൽ ഈ അവിടെ ഉണ്ടായ പള്ളി ചേർക്കാൻ ഞങ്ങളാണ് അവസരം സൃഷ്ടിച്ചു കൊടുത്തത്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഇതിൽ മുഖ്യമായിട്ട് പങ്കെടുക്കാൻ കഴിയും. രണ്ട് ഉത്തരം പറയാമല്ലോ, യെസ് ഓർ നോ. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് പറയാതിരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ കെ പറഞ്ഞ ഒരു കാര്യം, ഈ ഇപ്പൊ പ്രതികരിച്ചവരിൽ ഏറ്റവും സമുന്നതരായിട്ടുള്ള നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വേണുവാണ്. പക്ഷെ അതല്ലല്ലോ, മല്ലികാർജുൻ ഖാർഗെക്കും അപ്പുറത്ത് ഇതിന് ഹൈക്കമാൻഡ് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു അദൃശ്യ ഹൈക്കമാൻഡ് ഇപ്പോഴും ഉണ്ട്. അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. ഇവരാരെങ്കിലും പ്രതികരിച്ചോ? അല്ല, സോണിയാഗാന്ധി ആ ക്ഷണം സ്വീകരിച്ചല്ലോ. ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇനി അവിടെ പോകുമോ എന്നുള്ളതിലേ തീരുമാനമെടുക്കേണ്ടതുള്ളൂ. ആ ക്ഷണത്തെ സ്വീകരിച്ചു. മറ്റു പാർട്ടികൾ ക്ഷണം വന്നപ്പോഴേ നിരസിച്ചു. ഇതാണ് അതിലെ വ്യത്യാസം. നിരസിച്ചു. അതാണ് ഞാൻ പറഞ്ഞ, ഇവര് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഈ ഒറ്റ വാക്കിലെ ചോദ്യത്തിന് ഇവരാരും പറഞ്ഞില്ല. ഇത് ചിന്തിക്കാൻ എന്താണ് ഇത്ര പ്രശ്നം? മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണല്ലോ കോൺഗ്രസ്സുകാർ പറയുന്നത്. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് ഈ രാമക്ഷേത്ര പ്രശ്നം അല്ലെങ്കിൽ അയോധ്യ പ്രശ്നം തർക്ക വിഷയമായിരുന്നല്ലോ. അപ്പോൾ പോലും മറ്റ് പലസ്തീൻ പ്രശ്നത്തിൽ പോലും അഭിപ്രായം പറഞ്ഞ പലസ്തീൻകാർക്ക്, അവിടെയുള്ള അറബികൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് കൃത്യമായ അഭിപ്രായം പറഞ്ഞ മഹാത്മാഗാന്ധി ഒരിക്കൽ പോലും ഇവിടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയായിരുന്നല്ലോ ശ്രീരാമൻ. അദ്ദേഹത്തിന്റെ പ്രതീകാത്മക പുരുഷനായിരുന്നല്ലോ ശ്രീരാമൻ. ആ ശ്രീരാമന്റെ ക്ഷേത്രം, അദ്ദേഹം ജനിച്ച സ്ഥലത്ത് ക്ഷേത്രം പണിയണം, ഈ പള്ളി അവിടെ നീക്കണം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞില്ല. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല. ചെറുപ്പത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അദ്ദേഹം ക്ഷേത്ര ജീവിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു പ്രതീകമായിരുന്നു ശ്രീരാമൻ. ആ ശ്രീരാമന് അവിടെ തന്നെ ക്ഷേത്രം, ഈ അയോധ്യയിൽ തന്നെ ക്ഷേത്രം വേണം, പള്ളി പൊളിച്ച് തന്നെ ക്ഷേത്രം വേണം എന്നുള്ള നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നേ ഇല്ല. നെഹ്റുവിന് തീരെ ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധിക്ക് പോലും ഉണ്ടായതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടില്ല. ഇപ്പോഴെന്താണ് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ ജനുവരി 22 വരെ സമയം കൊടുക്കുക എന്ന് പറയുന്നത്? എനിക്ക് കെ ജെ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയുന്നത് യോജിക്കാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നേരത്തെ സുപ്രഭാതം എഡിറ്റോറിയലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവിടെയെല്ലാം ന്യൂനപക്ഷത്തിന്റെ ചോദ്യം ഇതാണ്. പള്ളി പൊളിച്ച സ്ഥലത്ത് ചവിട്ടാൻ, ക്ഷേത്രം നിർമ്മിച്ച സ്ഥലത്ത് ചവിട്ടാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം പള്ളിയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല, അതിന് അനുമതി കൊടുത്തിട്ടില്ല. അതിന്റെ ഇതെല്ലാം സ്കെച്ചെല്ലാം അവർ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിന് ഒരു പെർമിഷൻ കൊടുക്കേണ്ട, അതുപോലും കൊടുക്കാത്ത ഒരു അവസരത്തിൽ ഈ മഹാമഹത്തിന്റെ ആളുകൾ ഞങ്ങളാണ് എന്ന ഒരു കമൽനാഥിന്റെ രാഷ്ട്രീയ പാരമ്പര്യം കോൺഗ്രസ് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യമല്ല ഇത്. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യമല്ല, ഇന്ദിരാഗാന്ധിയുടേത് പോലുമല്ല. ഇപ്പൊ ഉള്ളത് ദേശീയ നേതൃത്വമായിട്ട് ഞാൻ കാണുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ മിണ്ടാതിരിക്കും. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ പറഞ്ഞത് മുരളീധരൻ പറഞ്ഞതിനെ പ്രതികരണം കേട്ടു, മുല്ലപ്പള്ളിയുടെ കേട്ടു, സുധാകരന്റെ കേട്ടു, KC വേണുഗോപാലിന്റെ കേട്ടു. ഇവിടെ ശരിക്കും വെക്കേണ്ടിയുള്ള ഒരു വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂരിന്റെയാണ്. ഞാൻ ശശി തരൂരിന്റെ പ്രതികരണം കുറച്ചുകൂടി പക്വതയുള്ളതായിരിക്കും വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താണ്, ക്ഷണിച്ചിട്ടുള്ളത് വ്യക്തികളെയാണ്, ആ പോകണമോ പോകണ്ടയോ എന്ന് ആ വ്യക്തികൾ തീരുമാനിക്കും. മല്ലികാർജുൻ ഖാർഗെ എന്ന ഒരു ഇന്ത്യൻ പൗരനെയാണോ ക്ഷണിച്ചിട്ടുള്ളത്? അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഇതിൽ പരം ഒരു രാഷ്ട്രീയ പ്രതികരണം കേൾക്കാനില്ലല്ലോ സജീവൻ. ഇതിൽ പരം ഒരു രാഷ്ട്രീയ പ്രതികരണം ഏറ്റവും മോശമായിട്ട് പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ശശി തരൂരിന്റെയാണ്. ശശി തരൂരിനെ ക്ഷണിക്കുന്നത് അണ്ടർ സെക്രട്ടറി എന്ന നിലയിലാണെന്നൊക്കെയാണോ അദ്ദേഹം ധരിക്കുന്നത്? അതെ, വളരെ വളരെ മോശം. കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പാർട്ടികളിൽ ഇപ്പം CPM CPI തുടങ്ങിയിട്ട് നിതീഷ് കുമാറിന്റെ പാർട്ടി, ഇവർക്കാർക്കും വേറെ അഭിപ്രായം ഒരു നേതാവ് പറയുന്നില്ല. ഇതിപ്പോഴും അവല് കുഴച്ച പോലെ കഴിക്കുകയാണ്. എവിടെയാണ്? ഇപ്പോഴും കുഴച്ചു തീർന്നിട്ടില്ല. ആ ജനുവരി 22 വരെ കുഴച്ചു കൊണ്ടിരുന്നാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ നേട്ടം മുഴുവൻ BJP ഇത് ട്രാപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. BJP പക്ഷെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അവർ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കോൺഗ്രസ് ഇങ്ങനെ പോകുന്നത്